ഹേയ് 2026 ഒരു ബിസിനസ്സുകാരനെന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഒരു ഗംഭീര ഇയറാക്കി മാറ്റാൻ താല്പര്യമുണ്ടോ? 2026 ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ 10 ഇരട്ടി സക്സസ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ സക്സസ്ഫുൾ ആയ ആളുകളുടെ കൂടെ സഞ്ചരിക്കുകയും അവരുടെ ലൈഫ് പഠിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അവരൊന്നും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല സക്സസ് ആയത്, മറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്ന അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന 5 സിമ്പിൾ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്പർ 1, വിൻ ദ മോർണിംഗ് റുട്ടീൻ. രാവിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എണീറ്റ ഉടനെയുള്ള രാവിലെ ഫോൺ എടുത്ത് ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് 1 മണിക്കൂർ നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്ട്രാറ്റജിക് തിങ്കിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് റീഡിങ്ങോ ലിസണിങ്ങോ പോഡ്കാസ്റ്റോ ട്രെയിനിങ്ങോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയായിരിക്കും. മോർണിംഗ് റുട്ടീൻ ഇമ്പോർട്ടൻ്റ്. ഞാൻ എണീറ്റ ഉടനെ ഞാൻ എൻ്റെ ഡയറിയുമായിട്ടിരിക്കും. എന്നിട്ട് എൻ്റെ 6-7 ബിസിനസ്സുകളുണ്ട്. ഓരോ ബിസിനസ്സിലും ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചിന്തിച്ച് അന്നത്തെ പ്ലാൻ ഓൾറെഡി ചെയ്തു വെച്ചതിനെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യണം ഞാൻ ആദ്യം ചെയ്യുക. അതിനുശേഷം എൻ്റെ റീഡിങ്, പ്രാർത്ഥന, മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 1 മണിക്കൂർ വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. യു വിൽ ഗെറ്റ് എ മാസീവ് സക്സസ്. നമ്പർ 2, ഡു ഓൺലി റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി അറ്റ് ഫസ്റ്റ്. അതായത് നമുക്കൊരു ദിവസം 25 ആക്ടിവിറ്റി ചെയ്യാനുണ്ടോ? ഇതെല്ലാം കൂടെ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആക്ടിവിറ്റി ഏതാണ്? അത് മാത്രം ചെയ്യാം. അത് മാത്രം നിങ്ങൾ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്തത്. അതായത് നിങ്ങളുടെ ആക്ടിവിറ്റിയെ നിങ്ങൾ വാല്യൂ വൈസ് ചെയ്തു നോക്കൂ. ഈവൻ 25 ആക്ടിവിറ്റിയിൽ നിങ്ങൾ 10 ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ വാല്യൂ, ടോട്ടൽ ആക്ടിവിറ്റിയുടെ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ ഈ 10 80% വാല്യൂ ഉണ്ട്. ആ 80% ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാസീവ് സക്സസ് ഉണ്ടാക്കാൻ അത് മാത്രം മതി. നോർമൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുക, ഏറ്റവും ചെറിയ കാര്യം ആദ്യം ചെയ്തിട്ട് തുടങ്ങും. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ആക്ടിവിറ്റി, ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ബിഗ് വൺ. ഇത് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്ത് നോക്കും. യു വിൽ ഗെറ്റ് എ മാസീവ് സക്സസ്. ആൻഡ് നമ്പർ 3, ട്രാക്ക് യുവർ ടൈം. ടൈം തിരിച്ച് കിട്ടില്ല. എല്ലാ സക്സസ്ഫുൾ ആളുകൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വാല്യൂവും ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ സമയം ആവശ്യമില്ലാതെ കളയരുത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ സമയത്ത് ചെയ്യുക. പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പ്ലാൻ ചെയ്ത കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രം വെറുതെ മൊബൈൽ തോണ്ടിക്കളിക്കാനിരിക്കുക. മൊബൈൽ കുറേ സ്ക്രോൾ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അവസാനം കുറ്റബോധം മാത്രമേ ബാക്കിയാവുള്ളൂ. പ്ലാൻഡ് ആയിട്ട് ടൈമിനെ യൂസ് ചെയ്യുക, വേസ്റ്റ് ആക്കാതിരിക്കുക. ആൻഡ് നമ്പർ 4, സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഈ വർഷം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കാതിരിക്കും. ആവശ്യമില്ലാത്തതിന് നമുക്ക് എന്തിനൊക്കെ ഫണ്ട് വേണം? നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഫണ്ട് വേണം. നമ്മുടെ ലക്ഷറി അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് കൊടുക്കേണ്ട റിവാർഡിങ്ങിന് നമുക്ക് ഫണ്ട് വേണം. ചാരിറ്റിക്ക് നമുക്ക് ഫണ്ട് വേണം. നമ്മുടെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഫണ്ട് വേണം. പുസ്തകം വായിക്കാൻ ഫണ്ട് വേണം. യാത്ര പോകാൻ ഫണ്ട് വേണം. ഇതൊക്കെ വേണം. എന്നാൽ ആവശ്യമില്ലാത്ത കുറേ വെറുതെ എന്തിനാണെന്ന് അറിയാത്ത രീതിയിൽ ചിലവാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളതിന് മാത്രം സ്പെൻഡ് ചെയ്യുക. പല ബിസിനസ്സുകാരും പൊളിഞ്ഞു പോയത് ബിസിനസ് ഇല്ലാത്തല്ല, ചിലവിനേക്കാൾ കൂടുതൽ, ചിലവിനേക്കാൾ കുറഞ്ഞ വരവാകുമ്പോഴാണ്. അപ്പോൾ ചിലവ് എപ്പോഴും നിങ്ങളുടെ വരവിനേക്കാളും താഴെയായിരിക്കണം. അത് മാനേജ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ ഫോർ ദിസ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും പെർഫോമൻസിനെയും വീക്ക്ലി വൈസ് റിവ്യൂ ചെയ്യും. എനിക്ക് എപ്പോഴും എല്ലാ സൺഡേ ഞാൻ 1 മണിക്കൂർ ഇരിക്കും. നെക്സ്റ്റ് വീക്കിൽ ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി പ്ലാൻ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി നോക്കുക. ആസ് എ ബിസിനസ് ഓണർ ഒരു സൺഡേ ഇരിക്കുക, മൺഡേ ടു സാറ്റർഡേ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഡേ ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര ആക്ടിവിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് ഈ ആഴ്ച ചെയ്യേണ്ടത്, മുഴുവൻ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ സമയത്തിനും പ്രയോറിറ്റിക്കും അനുസരിച്ചിട്ട് ഓരോ ദിവസത്തേക്കും അലോക്കേറ്റ് ചെയ്യും. അന്നത്തെ ആ ആക്ടിവിറ്റി മാത്രം ചെയ്താൽ മതി. ബട്ട് യു വിൽ ഗെറ്റ് എൻ അമേസിംഗ് റിസൾട്ട് ഓൺ എ വീക്ക്ലി ബേസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗംഭീരമായിട്ടുള്ളൊരു ഇയറാണ്. ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ. ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ മുമ്പുള്ളതിനേക്കാളും ഒരു 10 ഇരട്ടി ഗ്രോത്ത് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടുണ്ട്. ആൻഡ്
ദിസ് വിൽ വർക്ക് ഫോർ യു ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ 2026. ഈ വരുന്ന 2026 ഗംഭീര വർഷമായിട്ട് എല്ലാവർക്കും മാറട്ടെ. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, ഗ്ലോബൽ ബിസിനസ് കോച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.